I'm dreaming in dreams bigger than me, taking my time, giving to me, paint my life into a masterpiece, coloring it how I. വംശം കുടുംബത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മുട്ടത്തോട് വച്ചിട്ടാണ് ഒരു ബോട്ടിൽ ക്രാഫ്റ്റ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. വർക്ക് ചെയ്തിരിക്കുന്നത് കുഞ്ഞമ്മയാണ്. ഇതിൽ കുഞ്ഞമ്മയ്ക്ക് ആവശ്യമായിട്ട് വന്നിരിക്കുന്നത് മുട്ടത്തോട്, ബോട്ടിൽ, ഫെവിക്കോള്, പിന്നെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഫ്ലവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുണീരയാണ്. കൂടാതെ അക്രിൽ പെയിൻ്റ് എടുത്തിട്ടുണ്ട് ഒരു ഭംഗി കിട്ടാനും. പിന്നെ ഇത് ഒട്ടിക്കാൻ എടുത്തിരിക്കുന്നത് ഗ്ലൂ സ്റ്റിക്കാണ്, എന്ന് വെച്ചാൽ ഗ്ലൂ ഗണ്ണെന്നെല്ലാം പറയുന്ന സ്റ്റിക്കിൻ്റെ വച്ചിട്ടാണ് ഇത് ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആവശ്യമായിട്ട് വന്ന സാധനങ്ങൾ ഇത്രയാണെന്നുണ്ടെങ്കിലും കുഞ്ഞമ്മ ഈ മുട്ടത്തോടെല്ലാം പൊടിച്ചതിന് ശേഷം ഈ കുപ്പിയിലേക്ക് ഫെവിക്കോള് തേച്ച് ഇതെല്ലാം ഒട്ടിച്ചു. ഇത് ഉണങ്ങാൻ വെച്ച സമയത്ത് കുഞ്ഞമ്മയ്ക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിലേക്ക് ഉറുമ്പ് വരണമുണ്ട്. കാരണം മുട്ടത്തോടിലുള്ള ആ സ്മെല്ലടിച്ച് ഉറുമ്പ് വരണമുണ്ട്. അങ്ങനെയാണ് കുഞ്ഞമ്മ ഇതിലേക്ക് അക്രിൽ പെയിൻറ്റ് പല ഡിസൈൻ ആക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അടിച്ചു കൊടുക്കുകയും അതിലേക്ക് ഫ്ലവറിനെ ഒട്ടിച്ച് വയ്ക്കുകയും ചെയ്ത് ഒരു വെറൈറ്റി ആക്കി മാറ്റിയെടുത്തത്. അപ്പോൾ ഇത് ചെയ്യാൻ വന്ന ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മുട്ടത്തോട് വെച്ചിട്ട് ഇതിനു മുമ്പ് കുഞ്ഞമ്മ ഒരു ഫ്ലവർ വേസ് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ക്യാമറ പവർ ഓഫായി കിടന്നതുകൊണ്ട് വീഡിയോ കംപ്ലീറ്റ് കുഞ്ഞമ്മ എടുത്തു പോയി. പക്ഷേ റെക്കോർഡിക്കൽ ആയില്ലായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കും കുഞ്ഞമ്മയ്ക്ക് നമുക്കും ആ വീഡിയോ നഷ്ടമാവുകയാണ് ചെയ്തത്. അപ്പോൾ കുഞ്ഞമ്മ പറഞ്ഞു, എന്നാൽ നമുക്ക് ഇത് വെച്ചിട്ട് വേറെ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാം, കാരണം അത് നഷ്ടപ്പെട്ടു പോയില്ല. ഇനിയിപ്പോൾ രണ്ടാമത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും മുട്ടത്തോട് നമ്മൾ കളക്ട് ചെയ്യണമല്ലോ എന്ന്. അങ്ങനെയാണ് ഈ ഒരു വർക്കിലേക്ക് കുഞ്ഞമ്മ വന്നത്. അപ്പോൾ ഇതിന് വലിയ ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളെ വീട്ടിൽ ഈ ഉറുമ്പിൻ്റെ ശല്യമെല്ലാം ഉള്ളത് കൊണ്ടാണ് നമ്മൾ പിന്നെ ഇതിൻ്റെ മുകളിൽ അക്രിൽ പെയിൻ്റ് അടിച്ചത്. അക്രിൽ പെയിൻറ്റിന് 20 രൂപയേ ഉള്ളൂ. നിങ്ങളൊരു ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ ഔട്ട്സൈഡിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നല്ല വില കുറവും കാര്യങ്ങളുമാണ്. ഞാൻ എല്ലാ സാധനങ്ങളും മേടിച്ചത് എറണാകുളം ബ്രോഡ്വേ നിന്നാണ്. കൂടാതെ നമ്മളിതിൽ ചെടിയോ കാര്യങ്ങളോ ഒന്നും നട്ടിട്ടില്ല, അല്ലെങ്കിൽ മീൻസ് വെള്ളം ഒഴിച്ച മണി പ്ലാന്റ് വെച്ചിട്ടില്ല, ആർട്ടിഫിഷ്യൽ ചെടികളൊന്നും വെച്ചിട്ടില്ല. ഒരു ഷോക്കേസ് പീസായിട്ടാണ് നമ്മൾ ഈ ബോട്ടിൽ ആർട്ട് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇടയ്ക്ക് ഒരു പുള്ളിക്കാരി കമൻറ്റ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേട്ടാ ഞാൻ ഈ സാധനം റെഡിയാക്കി വച്ച് കഴിഞ്ഞാൽ ഈ ബോട്ടിലും എടുത്തുകൊണ്ട് പോകും, ഈ വീടും എടുത്തുകൊണ്ട് പോകും, കാരണം അതിന് മാത്രം ഉറുമ്പ് ഇവിടെ ഉണ്ടെന്ന്. ശരിയാണ്, കാരണം അത് വേറെ വർക്കെന്ന് പറയാൻ കാരണം ഈ തേങ്ങേരയൊക്കെ കൊത്ത് വച്ചിട്ടാണ് നമ്മളത് ചെയ്തത്. സാധാരണ അത് പശുക്കൾക്കൊക്കെയാണ് കൊടുക്കുന്നത്. നമ്മളെ വീട്ടിൽ പശുവൊന്നും ഇല്ലാത്തതുകൊണ്ട് അതെന്തിനാണ് വെറുതെ കളയണമെന്ന് വിചാരിച്ചിട്ട് കുഞ്ഞമ്മ ഒരു ബോട്ടിൽ ആർട്ട് റെഡിയാക്കി അതിനെല്ലാം പെയിൻ്റെല്ലാം അടിച്ചെടുത്ത്. ഭാഗ്യത്തിന് അതിൽ ഉറുമ്പൊന്നും വന്നില്ല. പക്ഷേ ഇതിൽ ഉറുമ്പ് വന്നതുപോലെ കുഞ്ഞമ്മയ്ക്ക് തോന്നിയത് കൊണ്ടാണ് പിന്നെ കുഞ്ഞമ്മ വലിയ റിസ്ക് കാര്യങ്ങളൊന്നും എടുക്കാൻ നിന്നില്ല. കാരണം വീട്ടിൽ അത്യാവശ്യം ഉറുമ്പുണ്ട്. നമ്മളെവിടെ പോയാലും നമ്മളെ പുറകെ വരുമെന്ന് പറയും പോലെയാണ് ഉറുമ്പുകളുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് കുഞ്ഞമ്മ പിന്നെ ഇതിൻ്റെ മുകളിൽ അക്രിൽ പെയിൻറ്റും കാര്യങ്ങളും എല്ലാം അടിച്ചെടുത്തത്. അതുമല്ല, ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയും കൂടെയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വർഷത്തെ ലാസ്റ്റ് വീഡിയോ ആണ്. ഇനി അടുത്ത വർഷമല്ലേ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ അതൊരു വലിയ സംഭവമാണ് കേട്ടോ. കാരണം നമുക്ക് അങ്ങനെ വീണ് കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. കാരണം ഇനി അടുത്ത വീഡിയോ ഇടാം എന്ന് അങ്ങനെയല്ല, ഈ വർഷത്തെ അവസാനത്തെ വീഡിയോ. പക്ഷേ അടുത്ത വർഷം നമുക്ക് വീണ്ടും വീഡിയോകൾ, പുതിയ പുതിയ വീഡിയോകളും കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഒത്തിരി വീഡിയോകൾ പറഞ്ഞുകൊണ്ട് പിന്നെ ഒരുപാട് കൂട്ടുകാരെ സപ്പോർട്ടും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. നിങ്ങളെല്ലാവരും സപ്പോർട്ടും ഉള്ളതുകൊണ്ടാണ് ചാനൽ ഇന്ന് ഇത്രയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് വലുതാവും തോറും നമ്മൾ കുറേ അധികം കടമ്പകളും കടന്ന് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് ഗ്ലാസ് ബോട്ടിലുകൾ നിങ്ങൾ മാലിന്യത്തിലേക്ക് തള്ളിയിടരുത്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പ്രകൃതി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും മാക്സിമം വേസ്റ്റ് ഡസ്റ്റ്ബിനിലേക്കോ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് ഇത് കളയാൻ ഉദ്ദേശിക്കുന്നത് അവിടെ തന്നെ കൊണ്ടിടുക. ഞാൻ യാത്രകളിലെല്ലാം കണ്ടിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ വെള്ളം കുടിച്ചിട്ട് ട്രെയിനിലേക്ക് വലിച്ച് പുറത്തേക്ക് എറിയാണ്. ഇടയ്ക്ക് ഞാൻ ഒരാളിനോട് ചോദിച്ചതാണ്, ചേട്ടാ ഇങ്ങനെ എന്തിനാണ് എറിഞ്ഞതെന്ന്, അവിടെ വേസ്റ്റ് ഡസ്റ്റ്ബിൻ ഉണ്ടല്ലോ അതിൽ കൊണ്ടിട്ടൂടെ എന്ന്. അപ്പോൾ ആളെന്നോട് പറഞ്ഞു അത്രയും ദൂരം നടക്കണ്ടേന്ന്. സംഭവം എനിക്കൊരു തോന്നി, ഞാൻ അയാളെ നിന്ന് മേടിച്ച് ഞാൻ തന്നെ കൊണ്ട് കളഞ്ഞാൽ മതി. കാരണം ഞാൻ ഈ ഇടയ്ക്ക് വന്ദേ ഭാരത് പോലെയുള്ള എക്സ്പ്രസ്സിലെല്ലാം കയറിയപ്പോൾ എന്ത് നല്ല നീറ്റായിരുന്നു എന്നറിയുമ്പോൾ നല്ല അടിപൊളിയാണ്. എല്ലാ ആൾക്കാരും വേസ്റ്റ് ഡസ്റ്റ്ബിനും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അവർ കറക്റ്റ് നീറ്റായിട്ട് ഇടുന്നുണ്ട്. ഇടയ്ക്ക് ആൾക്കാരെല്ലാം വന്ന് ഈ സംഭവം ക്ലിയർ ചെയ്തെല്ലാം പോകുന്നത് വളരെ നീറ്റായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാ ട്രെയിനുകളിലും നിങ്ങൾ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. യാത്രകളിൽ ചെയ്യുക. പുറത്തൊന്നും വലിച്ചു വാരി എറിയാനോ അങ്ങനെ ഇടാതെ മാക്സിമം ശ്രമിക്കുക.
സംരക്ഷിക്കുക. നമ്മളെല്ലാവരും കൂടെ ശരിക്കും പറഞ്ഞാൽ കെയർ ചെയ്ത് കഴിഞ്ഞാൽ പ്രകൃതി നല്ല സന്തുഷ്ടമായിട്ടുള്ള ഓക്സിജനും കാര്യങ്ങളും നമുക്ക് തരുന്നതാണ്. നല്ല പുതിയ ചെടികളും കാര്യങ്ങളും എല്ലാം വളർന്നു വരുന്നതാണ്. അപ്പോൾ നമ്മളായിട്ട് തന്നെ നമ്മളെ പ്രകൃതിയെ നശിപ്പിക്കാതെയും കാത്തുകൊള്ളണം. നമ്മളെ മെയിനായിട്ടുള്ള സന്ദേശം അതാണ്, പ്രകൃതിയെ സംരക്ഷിക്കുക. കാരണം പ്രകൃതിയെ സംരക്ഷിച്ചാൽ നമ്മളെല്ലാം ജീവനോടെ നിലനിൽക്കും. കാരണം നമ്മളെ പ്രകൃതി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു ശാശ്വത പരിഹാരം വേണം. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒന്ന് സഹകരിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ ചുറ്റുപാടുകളെല്ലാം വൃത്തിയാക്കി സൂക്ഷിച്ചാൽ മാത്രം മതി. അപ്പം നമ്മളെ പ്രകൃതിയും ഓട്ടോമാറ്റിക്കായിട്ട് മാറി തുടങ്ങും. കാരണം ടൺ കണക്കിനാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വന്ന് അടിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാവരും ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് കുറയാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് എല്ലാവരിലേക്ക് എത്തിക്കാൻ എനിക്ക് കഴിയണം. നിങ്ങളെല്ലാവരിലേക്കും ഇത് എത്തിച്ചു കൊടുക്കുമെന്നുള്ള ഒറ്റ പ്രതീക്ഷയിൽ ഈ വീഡിയോ ഇവിടെ വച്ച് നിർത്തിയിട്ട് അടുത്ത വർഷം വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ്. കൂടാതെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. കൂടാതെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നമുക്ക് പേജുണ്ട്, അതും ഒന്ന് ഫോളോ ചെയ്യാൻ നിങ്ങൾ ആരും മറന്നു പോകരുത്. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു. Won't stop till I see what I want to see.